ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാവുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സൂര്യ പിതാവേ, അങ്ങേ പുത്രന്റെ നാമത്തിൽ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് തന്ന അവകാശത്തിനായി പദവിക്കായി സ്തോത്രം ചെയ്യും. വചനം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. ഈ വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതുകൊണ്ട് സ്തോത്രം. പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് തിരുമേനി മാത്രം അറിയുന്നു. ഓരോരുത്തരുടെയും മനസ്സ്, ഓരോരുത്തരുടെയും ചിന്ത, ശരീരം, ആരോഗ്യം, ബലഹീനത ഒക്കെ ദൈവം അറിയുന്നു. ആർക്കും ഇത് നഷ്ടമാകാതെ എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീർക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ഫലം കായ്ക്കുന്ന ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് യേശു നമ്മെ പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ, തുറന്ന മനസ്സോടെ നമുക്ക് തിരുവചനത്തിലേക്ക് ശ്രദ്ധിക്കാം. ഒരേ വചനം കൂടെ കൂടെ വായിപ്പിക്കുന്നതിനാൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ പ്രൊജക്ടറിൽ നിങ്ങൾക്ക് വാക്യം ലഭിക്കുന്നുണ്ട്. ഒന്നുകൂടെ നോക്കുക. 15:1-2. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. 2 തരം കൊമ്പുകളെ കുറിച്ച് 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഏതാണ് 2 കൊമ്പുകൾ? ഒന്ന് കായ്ക്കാത്ത കൊമ്പ്, 2 കായ്ക്കുന്ന കൊമ്പ്. ഇതിൽ 2 കൊമ്പിനും 2 തരം ട്രീറ്റ്മെന്റ് ആണ്. കായ്ക്കാത്ത കൊമ്പിന് വെട്ടിക്കളയുക എന്നൊരനുഭവം, കായ്ക്കുന്ന കൊമ്പിന് ചെത്തി വെടിപ്പാക്കുക എന്ന അനുഭവമാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. രണ്ട് തരം കൊമ്പുകൾ, 2 തരം ചികിത്സ. യജമാനന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. ഈ കത്തിയുടെ പ്രയോഗം ഏൽക്കാത്ത ഒരു കൊമ്പും ഉണ്ടാവുകയില്ല. ഒന്നെങ്കിൽ ചെത്ത്, അല്ലെങ്കിൽ വെട്ട്. ചെത്തുന്നത് വേദന ഉണ്ടാക്കും. ചെത്തുമ്പോൾ ചോര പൊടിയും. ചെത്തുമ്പോൾ നഷ്ടം ഉണ്ടാകും. ചെത്തുമ്പോൾ ഭയമുണ്ടാകും. ചെത്തുമ്പോൾ നിരാശയുണ്ടാകും. ചെത്തുമ്പോൾ സ്നേഹക്കുറവ് പോലെ തോന്നും. എന്നാൽ യജമാനൻ പറയുന്നു, അധികം ഫലം കായ്ക്കാൻ വേണ്ടിയാണ് ചെത്തുന്നത്. എന്താണ് ചെത്തുന്ന അനുഭവം? ഇതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വാക്യത്തിലേക്ക് നോക്കുക. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. 8-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ പിതാവാകുക. അപ്പോ ആഗ്രഹിക്കുന്ന അത്രയും മഹത്വം നമ്മിലൂടെ ഉണ്ടാകാതെ വരുമ്പോൾ, ആഗ്രഹിക്കുന്ന അളവിൽ ഫലം കായ്ക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കായ്ക്കണമെന്ന് അവന് ആഗ്രഹമുള്ളപ്പോൾ അവൻ ചെത്താൻ ആരംഭിക്കും.
ഇത് ഒരിക്കലല്ല, പല പല അവസരങ്ങളിലായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ചെത്തുന്ന അനുഭവം നമുക്ക് ഉണ്ടാകും. എന്താണ് ഇതിന്റെ അർത്ഥം? എവിടേക്കാണ് ഈ സന്ദേശം പോകുന്നത്? എല്ലാ ക്ലാസ്സും ഒരു കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ തന്നെ എല്ലാ ക്ലാസ്സും ഒരു പുതിയ സന്ദേശവും ആണ്. പുതിയതായിട്ട് വരുന്നവർ ഓരോ ക്ലാസ്സിലും കണ്ടേക്കാം. എന്താണ് വിഷയം? യേശു ക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ ജീവിതത്തിന് തയ്യാറാകുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നെങ്കിൽ മനുഷ്യൻ ആദാമിൽ, അല്ലെങ്കിൽ മനുഷ്യൻ ക്രിസ്തുവിൽ. ആദാമിൽ കൂടെ മനുഷ്യൻ ദൈവിക ഫലം കായ്ക്കുകയില്ല എന്ന അവസ്ഥയിൽ ദൈവം മനുഷ്യനെ മാറ്റം വരുത്താനായിട്ട് ആരംഭിച്ച മാർഗമാണ് വേറൊരു ചെടി വിടുന്നുണ്ട്. അതാണ് യേശു ക്രിസ്തു. എന്നിട്ട് അതിലേക്ക് നമ്മെ ഒട്ടിച്ചു. ഇതിൽ നിന്ന് നാം നല്ല ഫലം ഇനി കായ്ക്കണം. എന്താണ് മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ദേശം? ദൈവിക സ്വഭാവം ലോകത്തിൽ പരത്തുക. അതാണ് വാസ്തവത്തിൽ ദൈവ സൃഷ്ടിയുടെ ഉദ്ദേശം. അത് ആദാമിൽ കൂടെ പൂർത്തീകരിക്കപ്പെട്ടില്ല. കാരണം പിശാച് ആദമിനെ ചതിച്ചു, വഞ്ചിച്ചു. അങ്ങനെ അവന്റെ ഉള്ളിൽ തിന്മ പ്രവേശിച്ചു. അവനിൽ നിന്ന് നല്ല ഫലം ഉണ്ടാവുകയില്ല. ഈ സാഹചര്യത്തിൽ യേശു ക്രിസ്തുവിൽ കൂടെ മനുഷ്യന് ഒരു പുതിയ ജീവിതം കൊടുക്കുന്ന പദ്ധതിയാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യേശുവിനെ ഒരു മനുഷ്യൻ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവന്റെ തിരുവചനങ്ങളെ അനുസരിച്ച് ജീവിക്കുവാൻ അവൻ സമർപ്പിക്കുമ്പോൾ, അവൻ ആഴമായി സമർപ്പിക്കുമ്പോൾ അവനിൽ മാറ്റം സംഭവിക്കും. പിന്നെ അവന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് ക്രിസ്തു സ്വഭാവമായിരിക്കും. ഇതാണ് ഈ ആശയം, ഈ പറഞ്ഞു വരുന്ന ആശയം. അപ്പൊ നമ്മിൽ നിന്ന് ഫലം കായ്ക്കണം. ഈ സന്ദേശം അറ്റൻഡ് ചെയ്യുന്ന മാന്യ സഹോദരി സഹോദരന്മാർ ഭൂരിപക്ഷവും ഈ പുതുജീവിതത്തിലേക്കുള്ള അഡ്മിഷൻ കഴിഞ്ഞവരാണ്. ഈ പുതുജീവിതത്തിൽ പ്രവേശിച്ചിട്ട് കുറച്ച് നാളായി. ഈ പുതുജീവിതത്തിന് അടിസ്ഥാനമായി നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്നൊക്കെയാണ്. ആ തിയോളജിക്കലായിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കാതെ സിമ്പിളായിട്ടുള്ള പദം പറയാം. ക്രിസ്തുവിൽ ഒരു പുതുജീവിതത്തിലേക്ക് നാം പ്രവേശിച്ചു. പുതിയ മതത്തിലേക്കല്ല, പുതിയ ജീവിതത്തിലേക്ക്. അതെ, ഒന്നോട് പറയാം, ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണ് നമ്മൾ. അങ്ങനെ നല്ല ബോധ്യമുള്ളവരെല്ലാവരും കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ നിങ്ങളിപ്പോൾ കൈ ഉയർത്തിയതിന്റെ അർത്ഥം ഞാൻ യേശു ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. അതെങ്ങനെ തെളിയിക്കാം? വൃക്ഷത്തെ ഫലം കൊണ്ട് അറിയാം. നമുക്ക് വന്ന മാറ്റം നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ നടപ്പിലോ ഉടുപ്പിലോ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടാകണം, സ്വഭാവത്തിൽ ഉണ്ടാവണം, വാക്കിൽ ഉണ്ടാവണം. ഇതാണ് ഫലം 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 എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും വാക്കിലുമെല്ലാം നമ്മുടെ ഈ വ്യത്യാസം പുറത്തേക്ക് വരണം. അങ്ങനെ നമ്മിലുള്ള ഫലം കണ്ടിട്ട് നമുക്ക് വന്ന ചേഞ്ച് ലോകം അറിയാം. അപ്പൊ അത് കഥ ആഗ്രഹിക്കണം. അങ്ങനെ ആ ഫലം മറ്റൊരുവനെ യേശുവിലേക്ക് നയിക്കുവാൻ കാരണമായി തീരും. ഇതൊക്കെയാണ് ഇതിന്റെ ആത്മീയാർത്ഥം. അപ്പൊ ഫലം കായ്ക്കുക, ഫലകരമായിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഈ ക്ലാസ് തുടരുന്നു. നമുക്ക് വിഷയത്തിലൂടെ പോകാം. അപ്പൊ ഇവിടെ പറയുന്നു, കായ്ക്കുന്നില്ലെങ്കിൽ
വെട്ടിക്കളയും. കായ്ക്കുകയാണെങ്കിൽ ചെത്തിവെടിപ്പാക്കും. കായ്ക്കുന്നത് ചെത്തിവെടിപ്പാക്കും എന്ന് പറഞ്ഞാൽ എന്റെ പ്രായോഗിക അർത്ഥം എന്താണ്? ഭക്തിയോടെ ജീവിച്ച് കർത്താവിന് പ്രയോജനപ്പെടണം എന്നാഗ്രഹിച്ച് മുന്നോട്ട് ജീവിക്കാൻ ഒടുങ്ങുന്ന ഒരു ഭക്തന് ജീവിതത്തിൽ മുഴുവനും സ്മൂത്ത് ആയിരിക്കുമോ? അവന്റെ വഴിയിലെ പർവ്വതങ്ങളെല്ലാം ഉടഞ്ഞു മാറി, അവന്റെ വഴിയിലെ വെള്ളങ്ങളെല്ലാം വറ്റിപ്പോയി, അവൻ പരവതാനി വിരിച്ച വഴിയിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കുകയും സുഖമനുഭവിക്കുകയും ചെയ്യുമെന്ന് ആണോ അർത്ഥം? അല്ല. യേശുവിന് വേണ്ടി ജീവിക്കാൻ ആരംഭിച്ചു, ബലം കായ്ക്കാൻ തീരുമാനിച്ചു, പ്രയോജനപ്പെടണമെന്ന് തീരുമാനിച്ചു, ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ചു, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു, തിന്മകളിൽ നിന്ന് മോചനം പ്രാപിച്ചു, മദ്യപാനം വേണ്ടെന്ന് വെച്ചു, പിടിച്ചുപറി വേണ്ടെന്ന് വെച്ചു, കുടുംബകലഹത്തിൽ നിന്ന് ഒരു പരിധി വരെ മോചനം പ്രാപിച്ചു. അങ്ങനെ മര്യാദയ്ക്ക് നന്നായിട്ടൊക്കെ ജീവിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമോ? അതെ, പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. പക്ഷേ അവിടെ കൊണ്ടും കഥ തീരുന്നില്ല. ജഡത്തിൽ നമുക്ക് കഷ്ടം ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. എന്തിന്? നാം അടുത്തൊരു സ്റ്റേജിലേക്ക് കിടക്കണം. കായ്ക്കുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ ഗുണപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, കപടഭക്തി ഇല്ലാതെ ജീവിക്കുന്നവർ, പരമാർത്ഥമായി ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവർ, അഭിനയമില്ലാതെ കർത്താവിനെ പിൻപറ്റുന്നവർ, അവരെ ദൈവം അടുത്തൊരു സ്റ്റേജിലോട്ട് കിടത്താനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ചെത്തുന്ന അനുഭവം ഉണ്ടാകും. ചെത്തുമ്പോൾ ഏത് മരത്തിലാണെങ്കിലും കത്തി വെച്ചാൽ ബ്ലഡ് ഉണ്ടാവും, ബ്ലീഡിംഗ് ഉണ്ടാവും, വൃക്ഷത്തിന് ചോരയുണ്ടാവും. അത് പോയാൽ ആ വൃക്ഷത്തിന്, ചെടിക്ക് വളർച്ച നിൽക്കും. ആ ചെടിക്ക് നഷ്ടങ്ങളുണ്ടാവും, സമയനഷ്ടം ഉണ്ടാവും, ആരോഗ്യനഷ്ടം ഉണ്ടാവും, ധനനഷ്ടം ഉണ്ടാവും. പെട്ടെന്ന് നനച്ചിരിക്കാത്ത നേരത്താണ് ഇത് സംഭവിക്കുന്നത്. അയ്യോ, ഇതെല്ലാം ഞാൻ വളരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൂടുതൽ പ്രയാസം. ഞാൻ നന്നായിട്ട് വേദോസ്തമൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കഷ്ടത കൂടാൻ തുടങ്ങിയത്. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്ന് കൊടുക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് പ്രയാസം കൂടി വരികയാണല്ലോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം എവിടെയോ സുവിശേഷ യാത്രയിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എന്റെ പാസ്റ്ററെ, കഷ്ടതയും പ്രയാസവും ദുഃഖവും എല്ലാം മാറാൻ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെ മുമ്പില്ലാത്ത കഷ്ടതയാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്കിതിനകത്ത് ഒന്നും മനസ്സിലാവണില്ല. ബ്രദർ, ഇപ്പൊ എന്ത് ചെയ്യാം? ഞാനൊരു ചെറിയ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നു. ഇപ്പൊ ഈ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ ധാരാളം വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലീഡറാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ബ്രദർ, ഇതിനെ കുറിച്ച് എന്തെങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടുള്ളത് കർത്താവിലേക്ക് വന്നാൽ പിന്നെ സമൃദ്ധിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെയുള്ള വാക്യമുണ്ട്. അത് കൂടാതെ വേറെ കുറെ വാക്യങ്ങളുണ്ട്, അതും കൂടെ കാണാം. തിരുവെഴുത്തുകളെ പരിശോധിക്കണം. തിരുവെഴുത്തുകളെ പരിശോധിക്കണം. നിങ്ങൾ തിരുവെഴുത്തുകളെ തിരിച്ചറിയണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തെ തിരുവചനങ്ങളെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരന് ചെറിയ സുബോധം വരുന്നത് പോലെ തോന്നി. അങ്ങനെ പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ കുറെയെല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് നമുക്ക് തിരിച്ചറിയാൻ ചില ബുദ്ധിമുട്ടുണ്ട്. തിന്മ ചെയ്യുന്നവർക്ക് കഷ്ടതയുണ്ടോ? അവരിൽ ചിലർക്ക് കഷ്ടതയുണ്ട്, ചിലർക്ക് സുഖമാണ്. നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത്? വിശദീകരിച്ചു തരാം. ബൈബിൾ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് സ്പീഡിൽ പോകും. ഇതിനെല്ലാം വിശദീകരണം പറയാം. കൂടുതൽ സംശയമുള്ളവർ ഒറ്റയ്ക്ക് ചോദിച്ചാൽ, ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്
വേറെ ആരുമായിട്ട് താരതമ്യം ചെയ്യാൻ അനുവാദമില്ല. താരതമ്യം ചെയ്യല് പിള്ളേരുടെ പണിയാണ്. പിള്ളേർക്ക് അവരുടെ കയ്യിൽ എന്നാണെന്നുള്ളതല്ല അറിയണ്ട, അടുത്ത ആളുടെ കയ്യിൽ എന്നാണെന്ന് അറിയില്ല. വീട്ടിൽ വെച്ച് ഒന്നും കഴിക്കലാത്ത പിള്ളേർ പള്ളി വരുമ്പോ അപ്പുറത്തെ കൊച്ചിന്റെ കയ്യിൽ ബിസ്ക്കറ്റ് മുഴുവൻ തിന്നും. കണ്ടിട്ടില്ലേ? എന്നിട്ട് ഒരു അമ്മ വീട്ടിൽ പോയി അതുപോലത്തെ 2-3 പാക്കറ്റ് മേടിച്ചു കൊടുത്തിട്ട് തല്ലി തീറ്റുന്ന ഞാൻ കണ്ടു. നിനക്കിത് പള്ളി പോകുമ്പോ തിന്നാവല്ലോ, എന്നാ ഇത് തിന്നെ. ഇത് എന്തൊരു LKG പ്രോബ്ലമാണ്. കമ്പാരിസൺ. അവർക്ക് തന്നെ അങ്ങനെയൊന്നും ഇല്ലാത്ത, ഇവർക്ക് തന്നെ അങ്ങനെയൊന്നും ഇല്ലാത്ത. ഓർക്കുക, ഇതൊരു അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ഒരു വിശ്വാസിക്ക് അവനെ മറ്റാരുമായിട്ട് താരതമ്യം ചെയ്യാൻ അനുവാദമില്ല. നിങ്ങളെല്ലാവരും ഡിഫറെന്റ് പേഴ്സണാലിറ്റിയാണ്. നിങ്ങളെ ദൈവത്തിന് പ്രത്യേക പദ്ധതിക്ക് വേണ്ടി സൃഷ്ടിച്ചു. നിങ്ങളെന്ന് പറയുന്ന ആ മേരിക്കുട്ടി, ആ തോമസ് കുട്ടി, ആ രാജു, ആ ലോനപ്പൻ ഇങ്ങനെ തന്നെ വേണം. ഈ കണ്ടീഷനിൽ വേണം. ഇതിൽ നിന്നുകൊണ്ട് അധികം മെച്ചമാകാൻ ശ്രമിക്കുക. വേറൊരാളെ പോലെ ആകാനായിട്ട് നിന്നെ വിളിച്ചിട്ടില്ല, അതിന് വേറെ ആളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ നമ്മള് ആത്മീയ ജീവിതത്തെ കെട്ടുപണി ചെയ്യണം. ആസാം എന്ന് പറയുന്ന സഹോദരൻ നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളിക്കാരന് ഈ പ്രശ്നമാണ് കമ്പാരിസൺ. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് ഒരു അല്പമല്ലാത്ത പ്രയാസം ഉണ്ടായി. ഞാൻ അവരെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അവരുടെ ദേഹം തടിച്ചുരുട്ടി, അങ്ങനെയൊക്കെ നോക്കേണ്ട കാര്യമുണ്ട്. മൊത്തത്തിലും നോക്കിയപ്പോഴേ അവരുടെ കണ്ണൊന്തി നിന്നാ നല്ലതല്ലേ, വൃത്തിയുണ്ടല്ലേ. പുള്ളി അത് ഗമയായിട്ടാ കാണുന്നത്. അവരുടെ കണ്ണ് പുഷ്ടി കൊണ്ട് ഒന്തി നിൽക്കുന്നു. അങ്ങനെയൊന്നും ഒരാളെ ശ്രദ്ധിക്കരുത്, അതായി കുഴപ്പം പറ്റിയത്. അങ്ങനെ പലതും നോക്കുക. അവരുടെ പിള്ളേർക്ക് നല്ല സുഖം, ഇങ്ങനെ ഓരോന്നും ചിന്തിക്കുക. ഇങ്ങനെ വല്ലാതെ പിന്മാറ്റത്തിലോട്ട് മനസ്സുകൊണ്ടൊക്കെ പോയി. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചിന്തിച്ചെന്നേ ഉള്ളൂ, പറയുന്നില്ല. പറഞ്ഞാൽ തലമുറയ്ക്ക് ദോഷം വരുമോട്ട് പറയത്തില്ല. അവിടെ ഞാൻ ദൈവസന്നിധിയിലൊന്ന് പോകുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെന്നാണ് പിന്നെ എന്റെ അർത്ഥം. ഒടുവിൽ ഞാൻ യഹോവയുടെ സന്നിധി ചെന്നു ഇവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, അവരെ വഴിവഴിയിലാണ് നോക്കിയിരിക്കുന്നത്, തെന്നുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇങ്ങനെ ബലം പിടിച്ച് മസിൽ പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തെന്നിയാൽ പിന്നെ നിലം തൊടുകയില്ല. വല്ലാത്ത തന്നെ വഴിവഴുപ്പല്ലേ, വീണ പിന്നെ രക്ഷയില്ല. ഇങ്ങനെ നിൽക്കുന്ന എത്ര സമയം നിൽക്കാം. ചെരുപ്പിന്റെ അടിയിൽ വീല് പിടിപ്പിച്ച് പിള്ളേർ പോകാൻ പറ്റില്ല. കണ്ടാത്തൊന്നും നല്ല രസമാണ്. വീണ പിന്നെ നാട്ടിൽ കാണുകയില്ല. വഴിവെടുപ്പിൽ നിർത്തിയിരിക്കുക. അപ്പൊ ഇങ്ങനെ ഈ വേറൊരാളുമായിട്ടുള്ള താരതമ്യം നിർത്താതെ നമ്മൾ ദൈവ ഉദ്ദേശത്തോടെ എത്തുക. ലാവിന് ആഞ്ഞലിക്ക കഴിക്കാനൊക്കെയല്ല, ആഞ്ഞലിക്കായ്ക്ക് മാങ്ങ കഴിക്കാനൊക്കെയല്ല. മാവിൽ നിന്ന് മാങ്ങയാണ് ഉദ്ദേശിച്ചത്, തെങ്ങിൽ നിന്നും തേങ്ങയാണ് ഉദ്ദേശിച്ചത്. എല്ലാറ്റിനെയും അതത് തരം സൃഷ്ടിച്ചു. നീ ദൈവസഭയ്ക്ക് ആവശ്യമുള്ള വ്യക്തിയാണ്, നീ ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തിയാണ്. നിനക്ക് പകരം വേറൊരാളെ ഇവിടെ വെച്ചിട്ടില്ല. നിന്റെ ഭാഗം നീ ക്ലിയർ ആയിക്കൂടുക. അതിന് വേറെ ആരെ നോക്കരുത്, വേറെ ആരുടെയും കൂട്ടുകൂടരുത്, വേറെ ആരുടെയും കമ്പനി അതിന് ആവശ്യമില്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാതെ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. ചെത്തി വെടിപ്പാക്കുന്ന അനുഭവം, അവനെ എന്നെ ചെത്താത്തെ, അവരെയൊക്കെ എന്നെ ചെത്താത്തെ, അതൊക്കെ തീരുമാനിക്കുന്നത് മാസ്റ്റർ പോലുമല്ല, സാക്ഷാൽ ഉടമസ്ഥനെ. സാക്ഷാൽ ഉടമസ്ഥനെ കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. ഇത് നമുക്ക് ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഞാൻ കാണിക്കാം. വേറെ പലത് എടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കാണിക്കും. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22-ാമത്തെ വാക്യം. അതെ, നമ്മുടെ വിഷയം അതാണല്ലോ, ഫലം കായ്ക്കുന്ന അനുഭവം അല്ലേ. ജോസഫ് എങ്ങനെയുള്ളതാണ്? ഫലപ്രദമായ വൃക്ഷം. പുള്ളിക്ക് എത്ര
സഹോദരന്മാരുണ്ട്? എട്ടുപത്തുണ്ടല്ലേ? ഉണ്ട്. ഓക്കെ. ഇത്രയും സഹോദരന്മാരുള്ള ഈ വീട്ടില്, ഇത്രയും മക്കളുള്ള ഈ വീട്ടില് ഇച്ചിരി ബലമുള്ളത് ഏതാ? ജോസഫ് അല്ലേ? രൂപൻ, ശിമോൻ, ലേവി, യഹൂദ, സബൂലൻ, ഇസ്സാഖാർ, ദാൻ, നഫ്താലി, ആശേർ, ഗാദ് ഇവരൊക്കെ ഉള്ളപ്പോൾ ജോസഫിനെ കുറിച്ച് പറയുകയാണ്, ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. അത് ചെറുപ്പത്തിൽ തന്നെ നല്ല ഫലം കായ്ക്കുക. ചെറുപ്പത്തിലെ അറിയാം ഫലം കായ്ക്കുന്നതിന്. കണ്ട നന്നായിട്ട് ഫലം കഴിക്കുക ചെറുപ്പത്തിൽ. വീട്ടിൽ ഫലം, നാട്ടിൽ ഫലം, സഭയിൽ ഫലം, ഓഫീസിൽ ഫലം, മൊത്തം ഫലം കഴിക്കുക. ഈ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഞാനിത് വായിക്കും. ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും കഴിച്ചിട്ട് ജോസഫ് എവിടെ ചെന്നാലും നല്ല ഫല. ജോസഫ് എവിടെ ചെന്നാലും നല്ല. നമ്മൾ ചിലപ്പോൾ പറയുന്നതെന്ന് അറിയോ? ഇവിടെ ഒന്നും ചൊവ്വ ജീവിക്കാനൊന്നും പറ്റിയല്ല കൊല്ലം മാസമായി. എന്നാലും നമ്മൾ പറയാണ്ട പ്രാർത്ഥിക്കാമെന്ന് പറയുമെങ്കിലും മറുപടി എന്നാണെന്നറിയോ? ബ്രദറിന് എവിടെ പോയാലും കഴിക്കാനും അങ്ങനെ പറഞ്ഞാൽ സഭയിൽ നിന്ന് പോയില്ലേ? അതുകൊണ്ട് നമ്മൾ പറയും സാരമില്ല, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഈ വീട്ടിലുണ്ട് ചൊവ്വയിൽ പ്രാർത്ഥിക്കാൻ പറ്റിയത് ഭയങ്കര ബന്ധന. എന്ത് മണ്ടത്തരായി പറയും. അങ്ങനെയുണ്ട് ആകാശത്തിൽ പോയി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നിൽക്കുന്ന സ്ഥലത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് പല കാര്യം. ജോസഫ് ഫലപ്രദമായ പ്രശ്നം. എന്റെ പൊന്നെയാണ് ഞെക്കി ഈ ബുൾഡോസറിട്ട് ഇടിച്ച് ഞെക്കിയാലും അതിനകത്ത് നല്ല പോലെ വരത്തുള്ളൂ. ഇവിടെ ചെന്നിടത്തൊക്കെ നോക്കി സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഭാഗമല്ലേ? ജോസഫ് ഫലപ്രദമായ വൃക്ഷം. നിങ്ങൾ എന്ത് വേണേ എന്നിട്ട് ചെയ്തോ, തൊഴിച്ചോ, ഇടിച്ചോ, ചീത്ത പറഞ്ഞോ, അപമാനിച്ചോ, പുകഴ്ത്തിക്കോ, നോട്ടുമാല ഇട്ടോ, കിരീടം വെച്ചോ, വേസ്റ്റ് കൊണ്ടലോട്ട് തള്ളിക്കോ, നല്ല പോലെ കാര്യം. അവനതേ പറ്റത്തു. ആ നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം കഴിക്കാൻ ഇമ്പോസിബിൾ, കഴിയില്ല. ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കഴിക്കാനെങ്കിൽ എന്നായിട്ട് കൊടുത്താലും കഴിക്കുന്നു. നല്ലത് കഴിക്കും ഏത് സാഹചര്യം നിന്നാലും. എന്നിട്ട് പറയുന്ന എന്നാ അറിയോ? ഓ, ഈ എന്റെ വീട്ടുകാരത്തിന്റെ ഒരു സ്വഭാവം കൊണ്ടേ എനിക്ക് അങ്ങോട്ട് ആത്മീയമായിട്ട് പറയാൻ പറ്റില്ല. അതാണ് ഒരാളെ. പുള്ളിക്കാരത്തിൽ ചോദിച്ചാൽ നേരെ തിരിച്ചും പറയും. പിള്ളേരോട് ചോദിച്ചാലോ ഇതിന്റെ ബാക്കി പറയും. ഇതൊന്നും മാറ്റാൻ ഒക്കത്തില്ല. ഈ കണ്ടീഷനിൽ ഫലം കഴിക്കാവോ? പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സാഹചര്യം മുഴുവൻ മാറ്റിത്തരാൻ പറയാതെ സാഹചര്യത്തിൽ നിൽക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ ചുറ്റുമുള്ളവരെ മുഴുവൻ മാറ്റിത്തരാൻ പറയാതെ അവരുടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. നമ്മളിതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമയം തീരും. ഏതാ? ക്ലാസിന്റെ സമയം തീരും, നമ്മുടെ ലൈഫിന്റെ സമയം തീരും. കുറച്ച് സമയം നമുക്ക് കൂടിയുള്ളൂ. കുറച്ച് സമയം. ജോസഫ് ഫലപ്രദമായ വൃക്ഷം. വളരെ ചെറുപ്പത്തിലെ അവൻ ഫലം കഴിക്കാൻ തുടങ്ങി. എന്ത് സംഭവിച്ചറിയാവോ? 22-ാം വാക്യം. നീരുറവിനരികെ എന്ന് പറഞ്ഞാൽ അവൻ ഫലം കായ്ക്കുന്നതിന്റെ രഹസ്യം എന്ന് പറയുന്നത് അവൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അവൻ നീരുറവിനരികെയാണ്. അവൻ പുറമേയുള്ള കാര്യങ്ങളൊന്നും അവനെ ബാധിക്കുന്നില്ല. അവന്റെ വേര് രഹസ്യമായൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് അവൻ വേണ്ട എനർജി എടുത്തോണ്ടായിരിക്കുന്നത്. 100,000 പ്രതികൂലങ്ങൾ പുറത്തുനിന്ന് വരുമ്പോഴും അവന്റെ വേര് എനർജിയുടെ കേന്ദ്രത്തിലാണ്. അവൻ അതിനകത്തും ഫലം കായ്ക്കും. ഓ, നീരുറവിനരികെ ഫലപ്രദമായ പുറമെയുള്ള ആർക്കും അറിയില്ല ഇവൻ എങ്ങനെയാ നിൽക്കുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവൻ അറിയില്ല ഇവൻ എന്തുകൊണ്ടാ പതറാത്തതെന്ന്, ഇവൻ എന്തുകൊണ്ടാ തളരാത്തത്, ഇവൻ എന്തുകൊണ്ടാ മുഷിയാത്തത്, ഇവൻ എന്തുകൊണ്ടാ കോപിക്കാത്തത്, ഇവൻ എന്തുകൊണ്ടാ പിറുപിറുക്കാത്തത്, ഇവൻ എന്തുകൊണ്ടാ പിണങ്ങാത്തത്. ഇവന് രഹസ്യത്തിൽ വേര് പോയിട്ടുണ്ട്. എവിടെ? പരിശുദ്ധാത്മാവിലേക്ക്. അവൻ
നേതൃത്വത്തിനരികെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏത് സാഹചര്യത്തിലും നിനക്കൊരു പേര് ആ രഹസ്യത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുണ്ടെങ്കിൽ ഏത് ഉഷ്ണക്കാറ്റിനകത്തും നിനക്ക് ഫലം കായ്ക്കും. ഏത് പ്രതികൂലത്തിനകത്തും നിനക്ക് ഫലം കായ്ക്കും. ജോസഫ് ഫലപ്രദമായ വൃക്ഷം, നേതൃത്വത്തിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. അടുത്ത വാചകം, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അതൊരു വലിയ മതിൽക്കെട്ടിനകത്താണ് നിൽക്കുന്നത്, കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം. അതെ, മതിലിനകത്താണ് നിൽക്കുന്നത്. എന്നാൽ കുറെ വിശാലതയുള്ള വൃക്ഷമാണിത്. ഇതൊക്കെ വളർന്നു, മതിലിന്റെ മുകളിൽ കൊമ്പ് പടർന്നു. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. അർത്ഥം എന്താണെന്നറിയോ? ഒരു പ്രവചനമാണ് പറഞ്ഞിരിക്കുന്നത്. ജോസഫ് സ്വന്തം കുടുംബത്തിനും സ്വന്തം സഭയ്ക്കും സ്വന്തം ജാതിക്കും മാത്രമല്ല പ്രയോജനപ്പെട്ടത്, അന്നത്തെ രാഷ്ട്രത്തിന് പോലും അവൻ പ്രയോജനപ്പെട്ടു. മതിലിന്റെ മുകളിൽ ഫലം കായ്ച്ചു. വലിയ ഗുണം കൂടെ പറിക്കാം, അപ്പുറത്തും ഇപ്പുറത്തും. നമ്മള് യഥാർത്ഥത്തെ ഈ പൈതൽ വീട്ടിനും നാടിനും സഭയ്ക്കും രാജ്യത്തിനും പ്രയോജനപ്പെടേണ്ടവരാണ്. രാജ്യത്തിന് സംഭാവനകൾ കൊടുക്കുന്ന വിശുദ്ധന്മാരായി നാം തീരണം. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഫറവോൻ ഒരു അന്വേഷണം നടത്തി, ഈ രാജ്യത്തെ കൊണ്ടു നടക്കാൻ കഴിവുള്ള ആരുണ്ട്? ഉത്തരം, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ജോസഫ് മതിലിന്മേൽ പടരുന്ന വൃക്ഷമായിരുന്നു. അവൻ വളർന്നു, അവൻ വീട്ടിൽ ഫലം കായ്ച്ചു തുടങ്ങി, അവൻ ചർച്ചിൽ ഫലം കായ്ച്ചു തുടങ്ങി. അവന്റെ ഫലം ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർന്നു. അത് രാഷ്ട്രത്തിന് പ്രയോജനപ്പെട്ടു. എന്നാൽ ചെത്തൽ ആരംഭിക്കുകയാണ്. വാക്യം 28. അതെന്തിനാ അങ്ങനെ ചെയ്യും? ഇത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയെ, ഇത്ര പക്വതയുള്ള, ഇത്ര സൗമ്യതയുള്ള, ഇത്ര ഡീസന്റ് സ്വഭാവമുള്ള, ഇത്ര മാന്യനായ ഈ സഹോദരനെ ഉപദ്രവിക്കുന്നു. വേറെ ആരെങ്കിലും ഉപദ്രവിക്കാൻ പാടില്ലേ? എത്രയോ ക്രൂരമാണ് എന്ന് നോക്കൂ. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എഴുതു, അവനോട് പൊരുതു. ഹല്ലേലൂയ. ഇത് പ്രവചനം പോലെ എഴുതുകയാണ്. ഇവിടെ കൊണ്ട് ഈ കഥ തീരുകയല്ല, ചരിത്രം മുഴുവൻ വായിക്കണം. എന്തോരം വിഷമം അവൻ സഹിച്ചിട്ടുണ്ട്. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവനേക്കാൾ ബുദ്ധിയുള്ളവരും, അവനേക്കാൾ തന്റേടമുള്ളവരും, അവനേക്കാൾ കേമന്മാരുമായ ആളുകൾ അവനെ ദിനംതോറും വിഷമിപ്പിച്ചു. ആ വാക്യമൊക്കെ ഭയങ്കര അർത്ഥത്തിലായിരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവനെ ദീർഘകാലം വിഷമം അനുഭവിച്ചു. ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന്, ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന്, ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന്. ഞാൻ വേദപുസ്തകത്തിൽ തിരിച്ചു മറിച്ച് നോക്കി. ജോസഫിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ജോസഫിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ ആകെ കൂടെ കണ്ടെത്തിയത്, ഭയത്തോടെ പറയാം, അതൊരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. ഈ സ്വപ്ന ഇവരോടെല്ലാം പറയേണ്ട കാര്യമില്ല. ഇവരില്ലാത്തവരോട് പറയാൻ പോയാൽ കുഴപ്പമില്ല. മുത്തുകളെ പന്തയുടെ മുമ്പിൽ ഇടാതിരിക്കുന്ന വിഷയം. ഈ കൊച്ചനെ ഇതുപോലെ ഉപദ്രവിക്കാൻ എങ്ങനെ സാധിച്ചു? എങ്ങനെ സാധിച്ചു? ഉത്തരം, ദൈവം അനുവദിക്കാതെ അത് സംഭവിക്കുക. വില്ലാളികൾ അവനെ വിഷമിച്ചു. പിന്നീട് സങ്കീർത്തനത്തിൽ അതിന് മറുപടി എഴുതിയിട്ടുണ്ട്. 105-ാം സങ്കീർത്തനം. അവർക്ക് മുമ്പായി അവർ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. വായിച്ചു. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. എന്തുകൊണ്ട്
ഉത്തരം യഹോവയുടെ വചനം നിവൃത്തിയാകണം. എത്ര കാലം? അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരിക. വളരെ പ്രാർത്ഥനയോടെ വചനം ധ്യാനിക്കണം. ദൈവത്തിനൊരു പ്രതീക്ഷ നമ്മളെ കുറിച്ച്. ആരെ കുറിച്ചുണ്ട്? ബലം കായ്ക്കുന്നവരെ കുറിച്ച് അല്ലേ? ആ വ്യക്തി കർത്താവ് ആഗ്രഹിക്കുന്ന അളവോളം ശോധന പ്രാപിക്കണം. അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കൊടുക്കുകയും ചെയ്തു. ദൈവിക പദ്ധതികൾ നടന്നുകൊണ്ടേയിരിക്കും. മനുഷ്യർ അതിനകത്ത് വെറും കഥാപാത്രങ്ങളാണ്. ഇതിനകത്ത് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് ഒരു പുള്ളിയുണ്ട്. അയ്യോ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് വേറൊരാളുണ്ട്. അരിച്ചു കയറ്റി കച്ചവടക്കാർക്ക് കൊടുത്ത വേറൊരു പാർട്ടിയുണ്ട്. ഒത്തിപ്പേരുടെ വീട്ടിൽ വേറൊരു പുള്ളിക്കാരത്തിയുണ്ട്. ഇങ്ങനെ പല പല നാടകങ്ങൾ ഇതിനകത്ത് പലരും അഭിനയിച്ചു. എന്നാൽ പ്രവചനം പറയുന്നു ഇത് ദൈവം വെച്ച സമയമായിരുന്നു. നിന്റെ ജീവിതം പല റോൾ അഭിനയിക്കും. വേദനിപ്പിക്കാനും പരിഹസിക്കാനും ബുദ്ധിമുട്ടിക്കാനും മുഷിപ്പിക്കാനും പുച്ഛിക്കാനും തരം താഴ്ത്താനും പലരെ പല സമയങ്ങളിൽ തമ്പുരാൻ അനുവദിക്കും. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ മിണ്ടാനൊക്കെ, ആ സമയം കഴിഞ്ഞാൽ പിന്നെ അനങ്ങാനൊക്കെ. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ജോസഫിന്റെ വീട്ടിലും ലോക്കലിലും ഒക്കെ ഉള്ള ബലം കായ്ക്കല് ഉയർന്ന ലെവലിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഈ പൊട്ടക്കിണർ ജീവിതത്തിലോട്ട് വന്നത്. ആ സംഭവിച്ചതെല്ലാം നന്മയ്ക്കായി എന്ന് അവനിപ്പോൾ നന്ദിയോടെ ഓർക്കണം. സംഭവിച്ചതെല്ലാം നന്മയ്ക്കായിരുന്നു എന്ന് അവനിപ്പോൾ ഓർക്കും. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, വ്യക്തമായി യുക്തമായി കൃപയിൽ കരുതൽ അറിയുന്ന, വ്യക്തമായി യുക്തമായി കൃപയിൽ കരുതൽ അറിയുന്ന അനാദിനാഥനേശു എൻ ധനം അന്യനായി ഭൂവിലെന്ന ധന്യനായ ക്രിസ്തുവിൽ സദാ. അനാദിനാഥനേശു എൻ ധനം അന്യനായി ഭൂവിലെന്ന ധന്യനായ ക്രിസ്തുവിൽ സദാ. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ അതിനൊരു സമയമെടുക്കും. അതിനൊരു സമയമെടുക്കും. രാത്രി വളരെ ഗ്യാരണ്ടിയോടെ ഞാൻ പറയുന്നു, അത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം വരും. നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം വരും. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, വ്യക്തമായി യുക്തമായി കൃപയിൽ കരുതൽ അറിയുന്ന, വ്യക്തമായി യുക്തമായി കൃപയിൽ കരുതൽ അറിയുന്ന അനാദിനാഥനേശു എൻ ധനം അന്യനായി ഭൂവിലെന്ന ധന്യനായ ക്രിസ്തുവിൽ സദാ. അന്യനായി ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുള്ളതിനും പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുള്ളതിനും പൊന്നിലും വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശു എൻ ധനം അന്യനായി ഭൂവിലെന്ന ധന്യനായ ക്രിസ്തുവിൽ
അവരവരുടെ പൂർണ്ണ ശക്തിയോടെ ചെയ്തു, ക്രൂരമായി ചെയ്തു, കഠിനമായി ചെയ്തു. പക്ഷെ ഇവരറിയുന്നുണ്ടോ ഇതൊരു പ്രൊമോഷന്റെ വഴിയാണ്? ഇവരറിയുന്നുണ്ടോ ദൈവം അവനെ ചെത്തുകയാണെന്ന്? ഇവരറിയുന്നുണ്ടോ ഇവൻ അധികം ഫലം കായ്ക്കണമെന്ന് യഥാർത്ഥ പിതാവ് ആഗ്രഹിക്കുന്നുവെന്ന് ഇവരറിയുന്നുണ്ടോ? അതെ, ജോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം. വീണ്ടും വായിക്കാം 105-ാം സങ്കീർത്തനം 17-18. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന്റെ ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ആ സമയത്ത് ശാസിച്ചാലൊന്നും ആ ചങ്ങല എന്ത് ചെയ്യത്തില്ല, പൊട്ടത്തില്ല. ദൈവം ഒരു സമയം നമുക്ക് തന്നാൽ, പ്രിയപ്പെട്ടവരെ, അനുഭവത്തിൽ നിന്ന് പറയാം, വലിയ പരാക്രമമൊന്നും കാണിക്കാതെ സ്തോത്രം ചെയ്ത് വെയിറ്റ് ചെയ്താൽ മതി. എനിക്ക് ഷാർജയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷമമുണ്ടായി. അവിടുന്ന് നേരെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. പരിശോധന മാത്രം നീണ്ടു ഒരു മാസത്തോളം നടന്നു. ഡോക്ടർ പറഞ്ഞ കാര്യമായ രോഗമൊന്നും കാണുന്നില്ല. അപ്പൊ അത്രയും ഒരു ഗുണം കിട്ടി. അത് കാര്യമായ രോഗമില്ലെന്നും അറിയാൻ പറ്റില്ല. വീട്ടിൽ ചെല്ലും പിന്നെയും തുടങ്ങും നമുക്ക് വിഷമം. ഞാനൊരു പെട്ടിക്ക് അത് 2 ജോഡി ഡ്രസ് എടുത്ത് വെക്കും. എന്നിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ ഇന്നെങ്കിലും എന്നെ അവിടെ ഒന്ന് കിടത്തണേ ആശുപത്രിയിൽ. ഞാൻ എന്തിനാന്നറിയാം, വീട്ടിലുള്ളവർക്ക് സമാധാനമായിട്ട് കിടക്കാം. ഈ സംഭവം എല്ലാം രാത്രിയിലാണ് തുടങ്ങുന്നത്. പ്രാക്ടിക്കലായി പറയും. സാധാരണ എല്ലാവരും ഡോക്ടറെ അഡ്മിറ്റ് ആകാതെ വല്ല മരുന്നും തരാമെന്നാ ചോദിക്കും. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ആദ്യം നിന്ന് അഡ്മിറ്റ് ചെയ്യും, എന്നിട്ട് ബാക്കി കാര്യം. ലേക്ക് ഷോറിലെ ഡോക്ടർ നിങ്ങളെതിരെ അഡ്മിറ്റ് ചെയ്ത് ഇവിടെ രോഗികൾക്ക് കൊടുക്കാൻ സ്ഥലമില്ല, അന്നേരമാണോ ആരോഗ്യമുള്ളവർക്ക് മുറി തരുന്നത്? സ്ഥലമില്ല, ചെക്കപ്പ് തന്നെ ചെക്കപ്പ്. ഞാൻ എന്നിട്ട് വളരെ പരിചയമുള്ള ഒരാളെ കൊണ്ട് ഡോക്ടറോട് പറയിപ്പിച്ചു. ഇവിടുന്ന് പരിശോധന കഴിഞ്ഞ് പോകുമ്പോഴാണ് പ്രയാസം. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് കിടന്ന് നോക്കാനാണ്. ഒരു കുഴപ്പമില്ല, പൊക്കോളം പറഞ്ഞു. അങ്ങനെ സന്ധ്യയായി വിശ്വസമായി 6 മാസം ഈ പോക്കുള്ളൂ. ഒരു കാര്യം നടന്നില്ല. അപ്പൊ ഞാൻ എന്റെ വിചാരം ഇപ്പൊ പെട്ടെന്നൊരു അനുഭവം നടക്കുന്നു. ഒരു അനുഭവം നടന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ച അപ്പോഴും ആളുകൾക്ക് സൗഖ്യമാവുന്നുണ്ട്, അപ്പോഴും സൗഖ്യമാവുന്നു. ആ സമയത്ത് ഞാൻ പല ദൈവദാസന്മാരുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചു. ജോൺ ഓസ്റ്റൻ അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും താൻ ശരീരത്തിൽ വളരെ വേദന അനുഭവിച്ചു. യോങ്ങിച്ചോ ആയിരങ്ങളെ സൗഖ്യമാക്കുമ്പോഴും അദ്ദേഹം വളരെയധികം വീക്കായി. ഓരോ പ്രാവശ്യവും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മിഷണറിയുടെ ജീവിതത്തിൽ എഴുതിയിരിക്കുകയാണ്, പുള്ളിക്ക് പൈൽസിന്റെ അസുഖത്താൽ ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വിവരിക്കുന്നില്ല. അന്ന് അനേക രോഗികൾ സൗഖ്യമാകുക. പുള്ളി അന്ന് അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക, എന്റെ സൗഖ്യമാക്കുക. എന്ത് സൈക്കോളജി ചെയ്ത് എനിക്കറിയാൻ പാടില്ല, എനിക്കറിയാൻ പാടില്ല. അതെ, വൂണ്ടഡ് ഹീലേഴ്സ് എന്നൊരു ബുക്കുണ്ട്. മുറിവേറ്റ സൗഖ്യദായകന്മാർ. അതിന്റെ ഒന്നാമത്തെ ആൾ യേശു തന്നെയാണ്. അവന്റെ അടിപ്പിടലുകളാലാണ് നമുക്ക് ഇത് തന്നെ. നമ്മുടെ ദൈവദാസന്മാരുടെ മുറിവുകളാണ് പലപ്പോഴും അവരെ സൗഖ്യം കൊടുക്കുന്നവരാക്കി മാറ്റുന്നത്. അവർക്ക് അകത്ത് ആഴത്തിൽ മുറിവേൽക്കുമ്പോഴാണ് അവർക്ക് ദൂത് ലഭിക്കുന്നത്. അവരാഴത്തിൽ മുറിയുമ്പോഴാണ് സഭയ്ക്ക് സൗഖ്യമുണ്ടാകുന്നത്. ഇത് അനുഭവങ്ങളാണ്. ഞാൻ ശുശ്രൂഷന്മാർക്ക് വേണ്ടി ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, കുതിരയ്ക്ക് തിന്നാൻ കൊടുക്കുന്ന ഒരു സൈസ് സാധനമുണ്ട്, മുതിര. അത് അകത്ത് അത്രയും മണ്ണും കൂടെ ഇട്ടാൻ കൊടുക്കും. രാത്രി മുഴുവൻ ഇത് കിടന്ന് തിന്നാതെ നിന്ന് കല്ലും മണ്ണും തിരിഞ്ഞു പെറുക്കി മുതിര തിന്നാം. ഇങ്ങനെ ഉറക്കം കളഞ്ഞു നിന്നാലേ രാവിലെ ഇതിനെ ജോലിക്ക് വന്നാൽ കൊള്ളത്തും ഓടാൻ.
ഇത് തന്നെ കൊടുത്ത് തിന്നെ ചേർന്നോളൂ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ദൈവത്തിന് പ്രയോജനമുള്ള കുതിര രാത്രി മുഴുവൻ ഉറങ്ങാതിരിപ്പാൻ എല്ലാ സമൃദ്ധിയുടെ ഇടയ്ക്കും കുറച്ച് കല്ലിട്ട് തരിക, എല്ലാ സുഖത്തിനടുത്തും കുറച്ച് വേദനയിട്ട് തരിക. അങ്ങനെ ദൈവത്തിന്റെ ദാസന്മാർ മുറിവെച്ചത് കൊണ്ടാണ് ദൈവസഭ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വഴികൾ എത്രയോ പെർഫെക്റ്റ് ആണ്. 6 മാസക്കാലം പുറത്തേക്ക് പോകാൻ സാധിക്കാതെ വീട്ടിൽ ഇരിക്കേണ്ടി വരും. അന്നാണ് ഒരു കൊച്ചു ബുക്ക് എഴുതി തീർത്തത്. ആ ബുക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തരാം. ഞാനിവിടെ ക്ലാസ് എടുത്തിട്ടുള്ള ഭാഗമാണ്. ലൂക്കോസ് 1-ാം അധ്യായത്തിലെ സക്കറിയാവിന്റെ എലിസബത്തിന്റെയും ചരിത്രം മാത്രം ചെറുതായിട്ടൊരു ബുക്കാണ്. ഒരു വലിയ ബുക്കല്ല. പ്രാർത്ഥനയെ കുറിച്ചുള്ള ബുക്കും വലുതായിക്കൊണ്ടിരിക്കുക കൊണ്ടാണ് ഇതുവരെ ഇറങ്ങാതെ. ഓരോ ദിവസവും അതിന്റെ അധ്യായം കൂടുകയാണ്. അത് അടുത്ത പദ്ധതിയായിട്ട് വരും. ഇതൊരു ചെറിയ ബുക്കിലെറ്റ് പോലൊരു സംഭവം നെഞ്ചിലായിരുന്ന സമയത്ത് ഒരത്ഭുതം നടന്നില്ല കേട്ടോ. ഒരത്ഭുതം നടന്നില്ല. മാസങ്ങൾ നീണ്ടുപോയി. അനേക ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സെൻട്രലിലെ ശുശ്രൂഷകന്മാരെ വന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ചു. അതങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. കർത്താവ് വചനം തന്ന് അതാത് സമയത്ത് കഷ്ടിച്ച് പിടിച്ചു നിർത്തി. കേരളപ്പാടിനാൽ അവന് ശോധന വരുവോളം എന്ന വാക്യമാണ് എനിക്ക് കൂടുതൽ ബലം തന്നത്. ദൈവത്തിനൊരു ടൈമുണ്ട് ഇതിനൊക്കെ. ആ സമയത്ത് നമ്മൾ കൂടുതലൊന്നും നിശ്ചയിച്ചിട്ട് കാര്യമില്ല. ദൈവം അത് ചെയ്തോളും അതിന്റെ സമയത്ത്. ദൈവം അത് ചെയ്തോളും അതിന്റെ സമയത്ത്. അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിനായിട്ട് അത് കാത്തിരിക്കുക. അതാണ് മാന്യത, അതാണ് വിജയം. ജോസഫ് ഫലപ്രദമായ വൃക്ഷം, പക്ഷെ അവനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത്. അവൻ നിരപരാധിയായിരുന്നു. പക്ഷേ സഹോദരി സഹോദരന്മാരെ, ഒരു സ്കാനിങ് മെഷീന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് പോലെ ചിന്തിച്ചേ. വചനത്തിന്റെ മുമ്പിൽ നിൽക്കുക. എക്സ്റേയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ ചിന്തിച്ചേ. വചനത്തിന് മുമ്പിൽ നമ്മൾ ഇരിക്കുകയാണ്. ഒന്നുകൂടെ വാക്യം വായിച്ചേ. 105-ന്റെ 17, 18, 19. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. യോസേഫിന് അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന്റെ ശോധന വരികയും ചെയ്യുവോളം അവൻ അവന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. ഈ സമയത്ത് ജോസഫിന്റെ മനസ്സ് നമുക്കൊന്ന് വായിക്കാൻ ശ്രമിക്കാം. നമ്മളാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെ ചിന്തിക്കും? ഞാനാണെങ്കിൽ കൂടെ എന്റെ മനസ്സിൽ വരുന്ന ഒരൊറ്റ ചോദ്യം, ഞാൻ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആരോടെങ്കിലും ക്ഷമ പറയാനുണ്ടോ? ഞാൻ ഏതെങ്കിലും വിഷയത്തിൽ മാപ്പ് പറയാനുണ്ടോ? ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും വല്ലതും കൊടുത്തു തീർക്കാനുണ്ടോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിന് യെസ് എന്ന ഉത്തരമെങ്കിൽ ബുദ്ധിമുട്ടാണ്. യോസേഫ് ഈ കിടപ്പ് കിടക്കുമ്പോൾ, കാല് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ, അവന് മനുഷ്യനല്ലേ? ഈ ചോദ്യം അവന്റെ മനസ്സിൽ വരും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്? ഇതാണ് നമ്മുടെ ബലം. ഇതാണ് നമ്മുടെ ബലം. ജോസഫിന് 100% പ്രാഗൽഭ്യമാണ്. 100% പ്രാഗൽഭ്യമാണ്. 100% പ്രാഗൽഭ്യമുണ്ട്. അവന്റെ പാപം ചെയ്യാൻ അവസരം കിട്ടാത്തപ്പോൾ പാപം ചെയ്യാത്തത് ഭക്തിയല്ല. പാപം ചെയ്യാൻ അവസരം ഉള്ളപ്പോൾ പാപം ചെയ്യാതിരിക്കുന്നതാണ് ഭക്തി. ജോസഫിന് നല്ല പ്രാഗൽഭ്യം. പാപം ചെയ്തിട്ട് ഒളിച്ചു കളിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ജീവിതത്തെ
ആ കണ്ണാടിയുടെ മുമ്പിൽ രാത്രി ഒന്നുകൂടെ തുറന്നു വയ്ക്കാം. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെളിവാക്കുന്നു. നമുക്ക് പെട്ടെന്ന് കോപം വരും, പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും, പെട്ടെന്ന് നമ്മൾ ആക്ഷൻ എടുക്കും, പെട്ടെന്ന് നമ്മൾ പലതും ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യും. എന്നാൽ പിന്നീട് നമ്മൾ ഓർക്കും അത് വേണ്ടായിരുന്നു. ജീവിതത്തെ മാക്സിമം ക്രമപ്പെടുത്തുക നമ്മളെ കാണുന്നൊരു കർത്താവുണ്ട്. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ശക്തി വെളിപ്പെടുത്തും. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്, വളരെ ഡീസന്റ് ആയ ഒരു വിശ്വാസിയാണ്. പക്ഷേ അവൻ വലിയ കഷ്ടത്തിലൂടെ കടന്നുപോയി. നോക്കൂ, അതിന്റെ സമയം പൂർത്തിയായപ്പോൾ എന്ത് സംഭവിച്ചു? വാക്യം 20. രാജാവ് ആളയച്ചു, അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. ഒരു സമയം വന്നു, രാജാവ് ഒരാളെ അയച്ചു. ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ്, ഇന്റർവ്യൂ ഒന്നുമില്ല, ടെസ്റ്റ് ഒന്നുമില്ല. 100 ഓഫീസിന്റെ ഭാഗത്ത് പോയി നിൽക്കണ്ട, ഡയറക്റ്റ് കൊട്ടാരത്തിൽ നിന്നാണ്. ആ ജയിലിൽ കിടക്കുന്ന ഇത്ര നമ്പർ പ്രതി കഴിഞ്ഞിട്ട് വിട്ടേക്കണം. എങ്ങോട്ടാണെന്നറിയോ? പാലസിലോട്ടാ. ദൈവത്തിന് സമയം വരുമ്പോൾ നേരോടെ വിധിക്കും. കർത്താവിനെ നമുക്ക് സംശയിക്കാതിരിക്കാം, കർത്താവിനെ നമുക്ക് അവിശ്വസിക്കാതിരിക്കാം, കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. ദൈവം എല്ലാ നന്മയ്ക്കായിട്ട് ചെയ്യുകയും കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെളിപ്പാക്കും. രാജാവാളയച്ചവനെ വിടുവിച്ചു, ആദ്യത്തെ അധിപതി അവനെ സ്വതന്ത്രമാക്കി. അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാനും തന്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവ്വസമ്പത്തിനും അധിപതിയായിട്ട് നിയമിച്ചു. എന്തൊരു പവറാണ് അവന് കൊടുത്തത്. ഇങ്ങനെയൊരു കാലം ഭാവിയിൽ ദൈവസഭയ്ക്കുണ്ട്. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. കർണാടകത്തിൽ ഇന്ന് ദൈവസഭ പീഡനം അനുഭവിക്കുക. ഒറീസയാണ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയെങ്കിൽ കർണാടകത്തിൽ ഇന്ന് ആരംഭിച്ചു. ഇന്ന് ക്രൂരമായ പീഡനം കർണാടകത്തിലുള്ള ദൈവജനത്തിന് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സഭയുടെ ഒരു ശുശ്രൂഷകന് മുറിവേറ്റിട്ടുണ്ട്. ഇവിടെ ഈ കുവൈറ്റിലുള്ള ചില കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ആ സഭയിലാണ് സഹായത്തിന് പോകുന്നത്. അവിടെ നിന്ന് കിട്ടിയ വിവരമാണ് പീഡനം ആരംഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇതൊരു ഇന്ത്യ മൊത്തത്തിൽ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ നടപടിയാണെന്ന് തോന്നുന്നു. തെരഞ്ഞു പിടിച്ച് ദൈവമക്കളെ ആക്രമിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെളിപ്പാക്കും. ചെത്തി വെളിപ്പാക്കൽ എന്ന പ്രക്രിയയെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുകയും ബോധ്യം പ്രാപിക്കുകയും ചെയ്യണം. ചെത്തുന്ന സമയത്ത് കർത്താവിന്റെ മനോഭാവം എങ്ങനെയാണ് നോക്കാം. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം. മുപ്പതാം അധ്യായം 18. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. യെരൂശലേമിലായ സീയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിൽ അവൻ നിശ്ചയമായിട്ട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. കർത്താവ് നിങ്ങൾക്ക് കട്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും. അങ്ങനെ ഒരു സമയം കാണും. മാത്രം തന്നാലും എഴുതിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമയം ഭക്തന്മാർക്ക് വരും. കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും. ഇനി നിന്റെ ഉപദേഷ്ടാവും മറിഞ്ഞിരിക്കില്ല. ആമേൻ. ഈ ഞെരുക്കമുള്ള സമയത്താണ് സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുന്നത്. നീ നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കുക. കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും അനുഭവിക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം കൂടുതൽ അറിയാൻ പറ്റുന്നത്. നീ നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രസൻസ് അനുഭവിക്കും. യോഹന്നാൻ
അറ്റ്മോസ്ഫിയറിലായിരുന്നപ്പോൾ ആത്മാവിവശനായി. അതിനു മുമ്പൊക്കെ അവൻ ആത്മാവിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ക്ലൈമാക്സിലെത്തിയത് ഈ ഏകാന്ത തടവിൽ വെച്ചാണ്. ഏറ്റവും കൂടുതൽ വേദനയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ആത്മസാന്നിധ്യം അനുഭവിച്ചു. 28-ാം അധ്യായം 28-ാം അധ്യായം 23 മുതൽ വായിച്ചിട്ട്. ദൈവം തമ്പുരാൻ ചോദിക്കുകയാണ്, പരിശോധനയിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. കൃഷിക്കാരൻ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ? എപ്പോഴും കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ? ഉഴാനൊരു സമയമുണ്ട്, കട്ട ഉടയ്ക്കാനൊരു സമയമുണ്ട്. കട്ട ഉടയ്ക്കുമ്പോൾ കഠിനമാണെങ്കിലും അത് എപ്പോഴും ചെയ്യത്തില്ല. പിന്നെ ഓരോന്നിനെയും ഓരോരോ സ്ഥലത്താക്കാൻ കൃഷിക്കാരൻ വളരെ കെയർഫുൾ ആണ്. നമ്മളെ ഓരോരുത്തരെയും ഓരോരോ സ്ഥാനത്ത് ദൈവം നിർത്തിയിരിക്കുകയാണ്. ഒരാളുടെ പ്രശ്നമല്ല വേറൊരാളുടെ പ്രശ്നം, ഒരാളുടെ ദുഃഖമല്ല വേറൊരാളുടെ ദുഃഖം, ഒരാളുടെ പെയിനല്ല വേറൊരാളുടെ പെയിന്, ഒരാളുടെ നീഡല്ല വേറൊരാളുടെ നീഡ്. എന്നാൽ ഇതിനെല്ലാം ഒരാൾ അതാത് സ്ഥലത്ത് അറ്റത്തിടേണ്ടതിനെ അറ്റത്ത് നടുക്കുന്നത് നടുക്കും, അതാതിന്റെ സ്ഥാനത്ത് ഇട്ടിരിക്കുന്നു. അടുത്ത വാക്യം. പിന്നെ മെതിക്കുന്നില്ല, ഉരുട്ടുന്നതുമില്ല. ഓരോന്നിനും ഓരോരോ രീതിയാണ്. കാരണം ഇതിന്റെ ധാന്യം നഷ്ടപ്പെട്ടു പോകുന്നു. യജമാനന് നഷ്ടം വരാത്ത പോലെ യജമാൻ ചെയ്യത്തുള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടി അല്ലല്ലോ ജീവിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നെ ജീവിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കും. എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് ജീവിക്കണമെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നമ്മിൽ ആരും നമുക്കായി തന്നെ ജീവിക്കുന്നില്ല, നമുക്കായി തന്നെ മരിക്കുന്നില്ല. യേശു ക്രിസ്തുവിനോടുകൂടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവിന് വേണ്ടി ജീവിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. യേശുവിന് വേണ്ടി ജീവിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. യേശുവിനോടുകൂടി മരിച്ചവരോട് ഞാൻ സംസാരിക്കുന്നത്. യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവരോട് ഞാൻ സംസാരിക്കുകയാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന് പല പ്രാവശ്യം സമർപ്പിച്ചവരോട് ഞാൻ സംസാരിക്കുകയാണ്. അതിന് കേടുവരുന്ന പോലെ ചെയ്യത്തില്ല ദൈവം. അടുത്ത വാക്യം. ചോദ്യം ശക്തമായിട്ട് ചോദിക്കുകയാണ്. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? അടുത്ത വാക്യം. വണ്ടിയുടെ ചക്രത്തിന്റെ കുതിരകളെയും അതിന്മേൽ തെളിയിക്കുകയും ചെയ്യുകയില്ലയോ? അവൻ അതിനെ ചതച്ചു കളയുകയില്ല. അവൻ അതിനെ ചതച്ചു കളയുകയില്ല. അവസാനിപ്പിച്ചു ആ വാക്യം. അതും സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ ആലോചന അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു. നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചനയില്ലാതെ ചിലപ്പോൾ ചെയ്യും. എന്നാൽ കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ ശക്തിമാനാണ്. അവനൊന്നും വെറുതെ ചെയ്യുന്നില്ല. എല്ലാം വളരെ നന്നായി ക്രമീകരിച്ചിട്ട് മാത്രം ചെയ്യുന്നു. ചെത്തിവെടിപ്പാക്കളുടെ അനുഭവം വളരെ വേദനയുള്ളതാണ്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒന്നോടെ തിരികെ വന്നേ, 2-3 വാക്യം ഒന്ന് വായിക്കാമോ? എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയും. കായ്ക്കാത്ത കൊമ്പിനെ കുറിച്ച് നമുക്ക് പിന്നെ നോക്കാം. കായ്ക്കുന്നതിനെ കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. കായ്ക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. കായ്ക്കുന്നതിന് മാത്രമേ എന്തുള്ളൂ? ഈ ചെത്തുന്ന അനുഭവമുള്ളൂ, അതിനില്ല. ചെത്തുന്ന അനുഭവത്തെ കുറിച്ചുള്ള വേദപുസ്തകത്തിന്റെ ചിന്തകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കായ്ക്കുന്നതൊക്കെയും അടുത്ത വാക്യം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അതെന്താ അവിടെ അത് വന്നേ?
മുകളിൽ പറഞ്ഞ സംഭവമായിട്ട് അതിനൊരു ചെറിയ ബന്ധമില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി ഒരു മിനിറ്റ്. രണ്ടും മൂന്നും വാക്യം ഒന്നുകൂടെ വായിക്കും. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ശക്തി വെളിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. ചെത്താൻ ഉപയോഗിക്കുന്ന കത്തി വചനം. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് എന്ന് പറഞ്ഞ് ഉടനെ എന്താ പറയുന്നത്? സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോ ചെത്തപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം എന്ന കത്തിയെ കുറിച്ച് എബ്രായർ 4 എഴുതിയിരിക്കുന്നു. 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും ഷാർപ്പാണ്, മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചെല്ലുന്നതും, തുളയ്ക്കാൻ കഴിവുള്ളതാണ്, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇതാണ് വചനം. വചനം കൊണ്ടാണ് നമ്മെ പലപ്പോഴും ചെത്തുന്നത്. വചനം കൊണ്ട് തന്നെ മുറിവ് കെട്ടിരിക്കും, മുറിക്കുകയും ചെയ്യും, മുറിവ് കെട്ടിരിക്കും. വചനം കൊണ്ട് പലപ്പോഴും നമുക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. വചനം കൊണ്ട് നമ്മെ മുറിവും വരുത്തുകയും മുറിക്കും, ചെത്തും. ഞാൻ നിങ്ങൾ സംസാരിച്ച വചനത്തിൽ നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളത്. ദൈവത്തിന്റെ വചനം പരമാധികാരമാണ്. അത് കേൾക്കണം, മധ്യതി കൂടാതെ എന്റെ മുമ്പിൽ സമർപ്പിച്ച് ലിസൺ ചെയ്യണം. അങ്ങനെ നാം ശുദ്ധീകരണം പ്രാപിക്കും. ഞാൻ നിങ്ങൾ സംസാരിച്ച വചനം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകും. നിങ്ങൾ അറിയാതെ തന്നെ വചനം കേട്ടാൽ ശുദ്ധീകരണം നടക്കും. പരമാർത്ഥ ഹൃദയത്തോടെ വചനം കേട്ടാൽ മുഴുവനൊന്നും ചിലപ്പം ഓർമ്മയിൽ നിന്നതല്ല, ചിലപ്പം ക്ഷീണൊച്ചയൊക്കെ വന്നിരിക്കുകയായിരിക്കും. സാരമില്ല, വചനം ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതി, ശുദ്ധീകരണം നടക്കും. വചനം കേട്ടാൽ ശുദ്ധീകരണം നടക്കും. അപ്പൊ 2 തരം കൊമ്പിനെ കുറിച്ച് ഈ പാഠത്തിലുണ്ട്. ആ 2 കൊമ്പിൽ രണ്ടാമത്തെ കൊമ്പ് കായ്ക്കുന്ന കൊമ്പാണ്, ഒന്നാമത്തെ കൊമ്പ് കായ്ക്കാത്ത കൊമ്പാണ്. അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ എടുത്തിട്ടില്ല. കായ്ക്കുന്ന കൊമ്പിനെ കുറിച്ച് എടുത്തു. അതിൽ തന്നെ ഫലം 2 തരമുണ്ട്. 2 തരം ഫലത്തെക്കുറിച്ചും കൂടെ നമുക്ക് അല്പനേരം ചിന്തിക്കാം. ചുരുങ്ങിയ മിനിറ്റുകളെ കൂടെ ചിന്തിക്കുവാനുണ്ട്. 2 തരം ഫലം. ഇത്ര ഫലം കായ്ക്കാൻ പറ്റത്തില്ല. ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും. ഫലം നന്നാകണമെന്നുണ്ടെങ്കിൽ വൃക്ഷം നന്നാകണം. വൃക്ഷം നന്നാകണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവുമായി വസിക്കുന്ന ആ ഒട്ടിച്ചേരുന്ന അനുഭവം ക്ലിയറാണ്. അതിനകത്ത് കപടത വരുന്നു. ഈ ടേബിളിന്റെ മുകളിൽ ഒക്കെ ഒട്ടിക്കുന്ന സാധനം വരുമ്പോൾ ചെറിയൊരു ഡസ്റ്റ് ഇരുന്നെങ്കിൽ ആ ഒട്ടിച്ച സാധനം എന്ത് ചെയ്യും? അതിൽ താമസിക്കാതെ തറയിലൊക്കെ ഒരു സാധനം നല്ലത് ഒട്ടിക്കാൻ കിട്ടും. പക്ഷെ ഈ ഒട്ടിപ്പിനൊരു പ്രശ്നമാണ്. ഏറ് കയറിയാൽ മതി. അതറിയാവുന്നവർ ചെയ്തില്ലെങ്കിൽ ഒട്ടിക്കുന്നതിനിടയിൽ ഏറ് കയറും. പിന്നെ അതെന്ന് പറഞ്ഞു എത്ര നല്ലതാണെങ്കിലും പ്രശ്നമില്ല. അപ്പൊ ഈ ആകാത്ത ഫലം ദൈവമക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം. രക്ഷിക്കപ്പെട്ടവരിൽ നിന്ന് ആകാത്ത ഫലം ഉണ്ടാവുമോ? ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? എന്നെ ഇതിന് ഉത്തരം പറയുന്നേ? അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ എന്നെ അതിന് ഉത്തരം പറയേണ്ടത്? ആ പുള്ളി രക്ഷിക്കപ്പെട്ടതല്ല, ഇത് എന്താ ചെയ്തതാ? ഇത് ആരംഭപ്പെട്ടതാ. അപ്പൊ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടുവോ പാസ്റ്ററെ? അതെല്ലാം വേറെ വിഷയം. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറും. അതിനെല്ലാം നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. പുസ്തകത്തിന് പ്രാർത്ഥനയോടെ പഠിക്കാം. ഇപ്പൊ
ഇപ്പൊ ഒരാൾ വന്നിട്ട് എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒന്ന് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുവരാൻ പറയാൻ പറ്റും? ഒന്നും പറ്റത്തില്ല. ഈ യേശു ക്രിസ്തു ദൈവം വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, സ്നാനപ്പെടുത്താനേ പറ്റത്തുള്ളൂ. ഇനി ഇത് ശരിയാണോ അല്ലേ എന്നുള്ള ബലം കഴിക്കുമ്പോഴാണ് നമുക്കും മനസ്സിലാവും. ഇപ്പൊ അവിടെ എവിടെയൊക്കെ ആകാത്ത ബലം കായ്ക്കുന്നുണ്ടല്ലോ, മനോരമയിലൊക്കെ വരുന്നുണ്ടല്ലോ ബലം കായ്ച്ച വിവരങ്ങളിൽ. എന്തിനാ പറയാതിരിക്കുന്നത്? പേരൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ വാർത്തകൾ വരികയല്ലേ. പെന്തിക്കോസുകാരനെ, രക്ഷിക്കപ്പെട്ടവനെ മുദ്രപത്രത്തെക്കാൾ വിശ്വസിക്കാമായിരുന്നു. മുദ്രപത്രം വിശ്വസിക്കാവോ? എങ്കിലും ദൈവം ഇതിനെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ ജാതികളുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഇപ്പോഴും ആകാത്ത ഫലം കായ്ക്കാൻ പറ്റുമോ? ഞാൻ ബൈബിൾ പറയുന്നു. ഈ വാക്യം സ്ട്രോങ് ആണ്. വാക്യം 18. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും, അത് മതി. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം കായ്ക്കാൻ എഴുതി വെക്കണം വീട്ടില്. പിള്ളേരെല്ലാരും ഇത് നന്നായിട്ട് കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്ത് വീട്ടിലൊട്ടിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചൂണ്ടിക്കാണിക്കണം ഈ വാക്ക്. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം കായ്ക്കാൻ കഴിയില്ല. കഴിയില്ല. യേശുവിനെ സ്വീകരിച്ച് വചനമനുസരിച്ച് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് എങ്ങനെയാ ആകാത്ത ഫലം കഴിക്കാൻ പറ്റുന്നത്? അവനെ അപ്പൊ നമ്മൾ അതിന് പറയുന്ന മനുഷ്യരെല്ലാം പറയുന്നത് ന്യായതാണ്. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞ ഞാൻ പിന്നെ എന്നെ പറയുന്നു. അത് ഞാൻ പറഞ്ഞതല്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഇതിനകത്തെല്ലാം നമ്മൾ എന്ത് സമ്മതിക്കുന്നറിയോ? അപ്പൊ വേണ്ടി വന്ന പറയും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. അത് വേറൊരു ഭാഷ. വേറൊരെണ്ണമുണ്ട് അതിനേക്കാൾ കഠിനമാണ്. എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത്. ഈ വാക്കുകളെല്ലാം ഡിലീറ്റ് ചെയ്യണ്ട. പിന്നെ വേണേ ഞാൻ വേറൊരെണ്ണം പറഞ്ഞുതരാം. എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് പറയണം. അത് പിന്നെ പറഞ്ഞാൽ പിടിച്ചിരിക്കാം. എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടല്ലോ. അങ്ങനെ പറയുന്നെങ്കിൽ ഇവിടെയെല്ലാം നമ്മൾ പിശാചിന് വഴി തുറന്നു കൊടുക്കുക. ഇവിടെയെല്ലാം നമ്മൾ സാത്താൻ ഇടം കൊടുക്കുക. സഹോദരി സഹോദരന്മാരെ, ഈ വാക്യം വെട്ടിത്തിരുത്താൻ നമുക്കൊക്കത്തില്ല. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം കായ്ക്കാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ടവന് ദൈവത്തിൽ ചേരാത്തതൊന്നും അവന്റെ വായിൽ നിന്നോ അവന്റെ പ്രവൃത്തിയിൽ നിന്നോ വരാൻ കഴിയുകയില്ല. 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 അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ വൃക്ഷത്തിലോട്ട് ചേർത്ത് ഒട്ടിച്ചിട്ടില്ല. ഒട്ടിച്ചതിനിടയ്ക്ക് ഗ്യാപ്പ് കയറി, കരട് കടന്ന് കയറിയിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ പോയിന്റ് അതാണ്. വസിക്കുക എന്ന കാര്യം ക്ലിയർ ആയിട്ടില്ല. വസിക്കുക എന്ന കാര്യം 100% ക്ലിയർ ആകാത്തത് കൊണ്ടല്ലേ ഈ ആകാത്ത ഫലം ഉണ്ടാകുന്നത്. സ്റ്റോപ്പ്. എന്താ ഇനി ചെയ്യാനുള്ള പണി? ഏതാ പണി? അതാണ് എഴുതിയിട്ടുണ്ട്, വായിച്ചു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. അതേ ഞാൻ പണിയും. ആകാത്ത ഫലം യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന് മുതൽ വായിക്കും. ഞാൻ എന്റെ പ്രിയനവന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവനങ്ങനെ വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ.
അടുത്ത വാക്യം. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദാപുരുഷന്മാരുമായുള്ളവരെ എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാച്ചിരുന്നാറെ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? സ്തോത്രം. ചോദിക്കുക, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചു? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലല്ലോ. അതെ, ഓരോരോ വാർത്തകൾ കാണുമ്പോൾ ഇതാ ചോദ്യം, അങ്ങനെ എന്താ സംഭവിച്ചത്? ഒരിക്കലും ആ സഹോദരിൽ നിന്ന് അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഒരിക്കലും ആ സഹോദരിൽ നിന്ന് അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇത് വർദ്ധിച്ചു വരുന്നു. അവിടെവിടങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. ആകാത്ത ഫലം കഴിക്കും. കഴിയത്തില്ല, അങ്ങനെ നടക്കാൻ പാടില്ല. അടുത്ത വാക്യം. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും. ഞാൻ അതിന്റെ വേലി പൊളിക്കും. അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിലിടിച്ചു കളയും. അത് ചവിട്ടി വലിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും. മതി. ദൈവം തന്ന വേലിയുള്ളത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. യോബും അവന്റെ കുടുംബവും നിലനിന്നത് സ്വർഗം ഒരു വേലി കെട്ടിയതാണ്. ഫലമില്ലാതെ വരുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ ആദ്യമേ എന്റെയും വേലി പൊളിക്കും. ദൈവത്തിന്റെ വേലി പൊളിച്ചാൽ നിനക്ക് പിന്നെ നിലനിൽപ്പില്ല. ഈ ക്ലാസ് ഒരു ശോധനയ്ക്കായി ഫലം കായ്ക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കൊമ്പിന്റെ പാഠമാണ് ഇന്ന് എടുത്തത്. പ്രാർത്ഥിക്കാനുള്ള സമയമാണ് ഇനി. പരിശോധനയ്ക്കുള്ള സമയമാണ്. സ്വയം ശോധന ചെയ്യുവാനുള്ള സമയമാണ്. ചടങ്ങല്ല, വഴിപാടല്ല. ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ കാണുവാൻ നമുക്ക് അല്പസമയം എടുക്കാം. ശക്തി വെടിപ്പാക്കുന്നത് നല്ലതാണ്. ചില വേദനയുള്ളത് നല്ലതാണ്. ചില ബുദ്ധിമുട്ടൊക്കെ വന്നോട്ടെ, സാരമില്ല, ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്യില്ലെന്ന് ധൈര്യത്തോടെ നമുക്ക് പറയാം. രണ്ടു തരം കൊമ്പ്, ഒന്ന് കായ്ക്കാത്തത്, ഒന്ന് കായ്ക്കും. ഇവിടെ ഇരിക്കുന്നവരെല്ലാം കായ്ക്കുന്നവരാണ്. കുറേശ്ശെങ്കിലും കായ്ക്കുന്നവരാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന് പ്രതീക്ഷയുണ്ട്, നന്നായിട്ട് കായ്ക്കണം. അതിനുവേണ്ടി ചെത്തി വെടിപ്പാക്കും. യോസേഫ് ഫലപ്രദമായ വൃക്ഷം. അവൻ എന്ത് ചെയ്താലും അവന് നല്ല ഫലം കായ്ക്കുള്ളൂ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നല്ല വൃക്ഷത്തിനാകാത്ത ഫലം കായ്ക്കാൻ പറ്റില്ല. അവനെ കുറിച്ച് നുണ പറഞ്ഞു, അവൻ നല്ല ഫലമേ കായ്ച്ചുള്ളൂ. അവനെ കെടുതി തള്ളിയിട്ടു, അവൻ നല്ല ഫലമേ കായ്ച്ചുള്ളൂ. അവനൊരു സമയത്ത് പോലും ആകാത്ത ഫലം കായ്ച്ചില്ല. നല്ല വൃക്ഷത്തിനാകാത്ത ഫലം കായ്ക്കാൻ കഴിയില്ല. നമുക്കൊരു പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ നിന്ന് ആകാത്ത ഫലം ഉണ്ടായിട്ടുണ്ട് എന്ന് ഏറ്റു പറയാം. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ? പ്രിയപ്പെട്ടവരെ, ഒടുവിലായിട്ട് ഈ ക്ലാസ്സിൽ ഒരു കാര്യം ഇവിടെ പറയാം. അധികം ഫലം കായ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ദൈവത്തിന്. എന്നാൽ അധികം ഫലം കായ്ച്ചില്ലെങ്കിൽ പോലും ആകാത്ത ഫലം കായ്ക്കാതിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് ഫലം കായ്ച്ചില്ലെങ്കിലും ആത്മാക്കളെ നേടണം, ഉണർവുണ്ടാകണം, നല്ല ഫലം കായ്ക്കണം, ആഗ്രഹമുണ്ടോ? ഓക്കെ, അധികം ഫലം നമ്മുടെ ആഗ്രഹം. അതിനിടയ്ക്ക് ആകാത്ത ഫലം കായ്ക്കാൻ ഇടയാകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് മിനിമത്തിൽ പോണമല്ലേ? ശോധന ചെയ്യാൻ പിശാചിനെ കൊടുക്കാതിരിക്കാം. ഏത് വേദനയുടെ നടുവിലും കർത്താവ് വിശ്വസ്തൻ എന്നുള്ള കാര്യം മറക്കരുത്. യോസഫിന്റെ കാലുകൾ ചങ്ങലയിൽ കിടക്കുമ്പോഴും ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുക. ദൈവം സമയം വെച്ചിട്ടുണ്ടാകും. കർത്താവ് നന്മയല്ലാതെ ഒന്നും ചെയ്യും. കണ്ണുകളൊരു നിമിഷം നമ്മെ തന്നെ ശോധന. നന്മയല്ലാതൊന്നും ചെയ്തിടാ